ഈ ഡയബറ്റീസ്, ഷുഗർ പല പ്രോബ്ലംസ് ഉണ്ടാക്കും നമുക്കറിയാം. നമ്മുടെ കിഡ്നിയെ, നമ്മുടെ കണ്ണുകളെയൊക്കെ അത് ബാധിക്കാം. കേരളം ഡയബറ്റീസിൻ്റെ ക്യാപിറ്റലാകാൻ പോകുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് പല സെലിബ്രിറ്റീസും ഈ ചോക്ലേറ്റും കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കാതെ ജസ്റ്റ് കിസ് ചെയ്ത് ഒഴിവാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വേറൊരു കാര്യം, ഈ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട്. കൊളറക്ടൽ ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, ലിവർ ക്യാൻസർ, അതുപോലുള്ള പല ക്യാൻസറുകളും ടൈപ്പ് 2 ഡയബറ്റീസ്, അതായത് സാധാരണ കണ്ടുവരുന്ന ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് സാധ്യത കൂടുതലാണ്. ഇത് പല രീതിയിൽ അത് ഉണ്ടാക്കാം. അതായത് ഒന്ന്, ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഒബീസിറ്റി, പൊതുവെ പൊണ്ണത്തടി കൂടുതലാണ്. ഒന്ന്, അത് ക്യാൻസറിലേക്ക് നയിക്കാം. അതൊരു വെൽ നോൺ ഫാക്റ്റാണ്. അതുകൂടാതെ ഡയബറ്റീസിലുണ്ടാവുന്ന ഹൈപ്പർഗ്ലൈസീമിയ, കൂടുതൽ ഗ്ലൂക്കോസ് ഹൈപ്പർ ഗ്ലൈക്കേറ്റഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ട് അതിനൊരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കും, ഫ്രീ റാഡിക്കൽ ഇഞ്ചുറീസ് ഉണ്ടാക്കും. അതുകൂടാതെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ ഹൈപ്പർ ഇൻസുലിനിയമ ഉണ്ടാകും. അതായത് ബോഡിയിൽ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാകുന്നത് അത് തന്നെ ഒരു ഗ്രോത്ത് ഫാക്ടറായിട്ട് ആക്ട് ചെയ്ത് സെൽസിനെ, ക്യാൻസർ കോശങ്ങളെ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ അതൊരു ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി, ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ഫ്രീ റാഡിക്കൽ ഇഞ്ചുറീസ് ഉണ്ടാക്കും. ഇതൊക്കെ ക്യാൻസറിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ്. അതായത് ഡയബറ്റീസ് ഉള്ള ആളുകൾ ഒബീസിറ്റി കുറക്കാൻ നോക്കണം, ഡയബറ്റീസ് നല്ല കൺട്രോളിലായിരിക്കണം, ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം, നല്ല എക്സസൈസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസ് കുറച്ച് കൊണ്ടുവരുന്നതോടുകൂടി ക്യാൻസറിനുള്ള സാധ്യതകളും കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ചിലപ്പോൾ ക്യാൻസർ ഡയബറ്റീസ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ, പാൻക്രിയാറ്റിക് ക്യാൻസർ ഉള്ള ആളുകൾക്ക് ഇൻസുലിൻ കോശങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ട് അത് പിന്നീട് ഡയബറ്റീസിലേക്ക് നയിക്കാം. അതായത് ക്യാൻസർ ഡയബറ്റീസ് ഉണ്ടാക്കാം. ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് പല ക്യാൻസറുകൾക്കുമുള്ള സാധ്യത വളരെ കൂടുതലാണ്.